അവരുടെ എല്ലാം ശബ്ദം പുറത്തു വന്നപ്പോഴാണ് സ്കൂളിനും ഓരോരുത്തരെയും മനസ്സിലായത്. ഓരോ കുട്ടിയെയും വെള്ളപ്പൊക്കം വന്ന് സങ്കടപ്പെടുത്തിയത് ഓരോ തരത്തിലായിരുന്നു. അതെല്ലാം പറയുമ്പോൾ ചില കുട്ടികൾ കരഞ്ഞു, ചിലർ കല്ലുപോലെ നിന്നു. വീടിനകത്തെ താമസം എന്ന അനുഭവം അനുഭവിച്ചു തന്നെ അറിയാൻ വേണ്ടിയും, പുഴയിൽ താമസിക്കുന്നതിനേക്കാൾ സുഖമാണോ വീട്ടിനകത്തെ താമസം, അതുകൊണ്ടാവുമോ സ്വന്തമായി ഒരു വീടുണ്ടാവലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് മനുഷ്യർ പറയുന്നത് എന്നറിയാൻ വേണ്ടിയുമാണ് പുഴയിൽ നിന്നും വെള്ളം വീടിനകത്തേക്ക് വന്നതെന്ന് ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വീടിനു പുറത്തു താമസിക്കുന്നത് എങ്ങനെയാ എന്നറിയാനാണ് വാഷിംഗ് മെഷീനും പ്രഷർ കുക്കറും ടിവിയും കൂടെ പുറത്തൊഴുകിപ്പോയതെന്ന് അപ്പോഴവർക്ക് ടീച്ചർ പറയാതെ തന്നെ മനസ്സിലായി. അവരുടെ എല്ലാം മുഖത്തപ്പോൾ ഒരു കുഞ്ഞു ചിരി വന്നു. ടീച്ചറുടെ വീട്ടിലും വെള്ളം കയറി മറിഞ്ഞല്ലോ. ആ മഴത്തമ്മാടി ടീച്ചറിന്റെ ബാഗും ചെരുപ്പും ഫോണും ഒക്കെ കൊണ്ടുപോയല്ലോ. എന്നിട്ടും ടീച്ചർ വന്നല്ലോ സ്കൂളിലേക്ക് എന്നു ടീച്ചർ പറഞ്ഞപ്പോഴാണ് അവർക്ക് ഇത്തിരി സമാധാനമായത്. പിന്നെ മഴവെള്ളപ്പൊക്കമുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ കെട്ടും മട്ടും ഒന്ന് പരിഷ്കരിച്ച് അവതരിപ്പിച്ച് ടീച്ചർ അവരെ രസിപ്പിച്ചു ചിരിച്ചു. പഴഞ്ചൻ കസേരയും ഡെസ്കും ചില്ലുപൊട്ടിയ ജനാലയ്ക്കും ലീക്കുള്ള ടാപ്പും തന്നെ കണ്ടുകൊണ്ട് നമ്മുടെ സ്കൂളിന് വല്ലാത്തൊരു മടുപ്പ് തോന്നിയിരുന്നു. ഈ യൂണിഫോമിന്റെ നിറം ഒന്ന് മാറ്റണം എന്നും, പുതിയ കമ്പ്യൂട്ടറുകൾ വാങ്ങിപ്പിക്കണമെന്നും, പുതിയ പുസ്തകങ്ങളൊന്നും ലൈബ്രറിയിലേക്ക് വരുന്നില്ലല്ലോ എന്നും ഒക്കെ ചിന്തിച്ചിരുന്നു സ്കൂൾ. നിങ്ങളുടെ വീടിനുമുണ്ടായിരുന്നു പരാതി, ഈ ദോശക്കല്ല് പഴയതായി, ഇതൊന്ന് മാറ്റി, ഈ കർട്ടന്റെ നിറം എനിക്കിഷ്ടല്ല, ഈ സോഫ മുഷിഞ്ഞു എന്നൊക്കെ വീട് പരാതി പറയുമ്പോ പിന്നെ ആവട്ടെ എന്ന് പറയാറുണ്ടായിരുന്നില്ലേ. അച്ഛനും അമ്മയും എന്നെ സ്കൂളിനും വീടിനും നിങ്ങൾക്കിഷ്ടമുള്ള നിറത്തിൽ പെയിന്റ് അടിക്കും. നിങ്ങളുടെ സ്കൂൾ യൂണിഫോമിന്റെ നിറവും മാറ്റാൻ പോവുകയാണ്. അതൊക്കെ നല്ല കാര്യമല്ലേ? 2018 മഹാപ്രളയം കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? എനിക്കൊന്ന് 2 വയസ്സ് മാത്രം പ്രായം, അതുകൊണ്ട് തന്നെ വലിയ ഓർമ്മയില്ല. പിന്നെ 2018 എന്ന സിനിമ കണ്ടപ്പോഴാണ് ഇത്രയും വലിയ പ്രളയം കേരളത്തിലാകെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് ഞാൻ അറിയുന്നത്. ആ പ്രളയത്തെ നേരിട്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ, അതിജീവിച്ച കൂട്ടുകാരുടെ കഥയാണ് പ്രിയ AS പെരുമഴയത്തെ കുഞ്ഞിതൾ